പുതുവത്സര ദിനത്തിൽ നവകേരള ബസ് വീണ്ടും ഓടിത്തുടങ്ങുന്നു. ടിക്കറ്റ് നിരക്ക് കുറച്ചും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയക്രമത്തിൽ മാറ്റം വരുത്തിയുമാണ് ഗരുഡ പ്രീമിയം ബസ് സർവീസ് പുനരാരംഭിക്കുന്നത്. രണ്ടാമത്തെ വരവിലെ ആദ്യ സർവീസ് ഇന്ന് രാവിലെ 8:30 കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെടും. വിവരങ്ങൾ റിയാസ് KMR ആണ് നൽകുന്നത്. റിയാസ്, പുതുവത്സരത്തോടനുബന്ധിച്ച് പുതിയ നല്ല വാർത്തകൾ വരുന്നു. വാർത്തകൾ വരട്ടെ, നല്ല വാർത്തകളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ പുതുവത്സര ദിനത്തിൽ നവകേരള ബസ് വീണ്ടും ഓടിത്തുടങ്ങുന്നു. ഒരുപാട് വിമർശനങ്ങളെല്ലാം തന്നെ നേരിട്ട ഒരു ബസ് കൂടിയാണ്. എന്നിട്ട് പോലും ഇപ്പോൾ ഒരുപാട് നീണ്ട നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓടിത്തുടങ്ങുന്നു. അതും 1-ാം തീയതി തന്നെ ആരംഭിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും വൃന്ദ, ഇത് ഇവിടെ സുന്ദര കുട്ടപ്പനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നവകേരള ബസ്. ഇവിടെ പ്രീമിയം ഗരുഡ ബസ് ബാംഗ്ലൂരുവിലേക്ക് പോകാൻ വേണ്ടി സുന്ദര കുട്ടപ്പനായി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത, നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകളുടെ എണ്ണം 11 സീറ്റുകൾ അധികമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വഴി നമുക്ക് മുൻപിൽ തന്നെ കാണാം. ബാംഗ്ലൂരു ആണ്, ബാംഗ്ലൂർ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നതെങ്കിലും ഇപ്പോഴതിന്റെ പേര് ബാംഗ്ലൂരു ആണ്. അത് നേരെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വഴി മൈസൂരു, അവിടെ നിന്നും നേരെ ബംഗളൂരുവിലേക്കാണ് ഈ ഗരുഡ പ്രീമിയം AC ബസ് വരുന്നത്. ഇതിന്റെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് നമ്മൾ കണ്ടതാണ് നവകേരള സദസ്സിനുള്ള യാത്രയിൽ മുഖ്യമന്ത്രി ഒപ്പം തന്നെ മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന സമയത്ത് ഈ സ്റ്റെപ്പിന്റെ ഒരു ഭാഗം, അത് ഈ ഭാഗത്ത് നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. നേരത്തെ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം അവിടെ ഒരു സ്റ്റെപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് സുഗമമായി ബസ്സിനകത്തേക്ക് കയറാനുള്ള സാഹചര്യമുണ്ട്. ബസ്സിന്റെ തൊട്ടു പിറകിലുണ്ടായിരുന്ന, അതുപോലെ മധ്യത്തിലൊക്കെ ഉണ്ടായിരുന്ന വാതിലുകളും ഒഴിവാക്കിയിട്ടുണ്ട്. സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ യാത്രക്കാരായിട്ട് ഇന്ന് ആദ്യത്തെ യാത്രക്കാരനായി എത്തിയിരിക്കുന്ന വ്യക്തിയും ഇവിടെയുണ്ട്. അദ്ദേഹം നേരെ ബാംഗ്ലൂരുവിലേക്കാണല്ലേ? എന്താ പേരെന്താ? പേര് പ്രജീഷ്. എവിടെ വീട്? വീട് വരുന്നത് പൊന്നാനി. ഇന്ന് കോഴിക്കോട് നിന്ന് തന്നെ ആദ്യ യാത്ര തുടങ്ങി. അതെ. കഴിഞ്ഞ ഇത് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൽ യാത്ര ചെയ്യണമെന്നുണ്ടായിരുന്നു. അന്ന് കഴിഞ്ഞില്ല. പിന്നെ ഇത് പുതുക്കി പണിത് വന്നപ്പോൾ എന്തായാലും യാത്ര ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും യാത്ര ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സഞ്ചരിച്ചു. തുടക്കത്തിൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി വന്നു. പക്ഷേ അതിന് ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടായി. പക്ഷേ വീണ്ടും ഒരു പുതുവർഷമാണ് അല്ലേ? അതെ, പുതുവർഷമാണ്. അപ്പൊ എങ്ങനെയാണ് പ്രതീക്ഷ ഇതിനെ കാണുന്നത്? ഈ പുതുവർഷത്തിൽ എന്തായാലും നമ്മള് കേരളീയർക്ക് ഒരുപാട് പരിചിതമായ ഒരു ബസ്സാണിത്. അപ്പൊ അതിലൊന്ന് യാത്ര ചെയ്യണമെന്നാണ് ഈ ഒരു പുതുവർഷത്തിൽ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. തീർച്ചയായിട്ടും. എന്തായാലും മലയാളിയുടെ സ്വന്തം ബസ്സാണെന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ മലയാളിയുടെ സ്വന്തം ബസ്സിൽ ഇതാ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ ഇത് സർക്കാരിന്റെ ബസ് എന്നതിന്, സർക്കാരിന്റെ ഏത് ബസ്സും നമ്മുടെ ബസ്സാണ്. അതിനപ്പുറത്തേക്ക് ഈ ഗരുഡ പ്രീമിയം നമ്മുടെ സ്വന്തം ബസ്സാണ്. അതെ. ഈ നമ്മള് പലപ്പോഴും പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് കർണാടകയുടെ ആയാലും തമിഴ്നാടിന്റെ ആയാലും പുതിയ ബസ്സുകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ KSRTCയിൽ പുതിയ ബസ്സുകൾ വരണമെന്ന്. അപ്പോൾ അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന പുതിയ ബസ്സുകൾ, ആ ഒരു ഗണത്തിൽപ്പെട്ട ബസ്സാണല്ലോ ഇത്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള പുതിയ ബസ്സുകൾ വരട്ടെ. വിവാദം ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും പുതിയ ബസ്സുകൾ എന്തായാലും ഉണ്ടാവട്ടെ. യാത്ര ചെയ്യാം. തീർച്ചയായും പ്രജീഷ് പറഞ്ഞതുപോലെ നമുക്ക് വിവാദങ്ങൾക്കപ്പുറത്ത് വിശേഷങ്ങളാണ് വേണ്ടത്. ഇവിടെ 2 ജീവനക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഇന്ന് ഇതിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണോ എന്നറിയില്ല. എന്തായാലും അവരോട് ചോദിക്കാം. ഇന്ന് ഇതിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണോ? ഞാൻ ഡ്രൈവറാണ്. എന്താ പേരെന്താ? സനീഷ് കുമാർ. എവിടെയാ വീട്? വീട് ഇപ്പം താമസിക്കുന്നത് പാലത്ത് ഇവിടെ കോഴിക്കോട് തന്നെ. സനീഷ്, ഇന്ന് പുതുവത്സരമാണ്. നമ്മുടെ ഇത് ഏറെ വിശേഷങ്ങളുള്ള ബസ്സാണ്, ഏറെ വിവാദങ്ങളായ ബസ്സാണ്, ഒക്കെയാണ്. വീണ്ടും ഒരു റീ എൻട്രിയാണ്. ആ റീ എൻട്രിയിൽ എങ്ങനെയാ പ്രതീക്ഷകൾ? കുഴപ്പമില്ല, നല്ല രീതിയിലാണ് സർവീസ് നടത്തുന്നത്. ഈ ഒരു നേരത്തെ നവകേരള ബസ് ഓടിച്ചിരുന്നു 2-3 പ്രാവശ്യം പോയിരുന്നു. അന്ന് ആ ഫസ്റ്റ് ദിവസം വേറെ ആളെ പോയത്, പിന്നെ 2 പ്രാവശ്യം പോയിരുന്നു. ഇതിപ്പോ വീണ്ടും ഒരു പുതുവത്സരത്തിന് വീണ്ടും തുടങ്ങി. എങ്ങനെയാ ഈ പുതുവർഷം? എങ്ങനെയാ? കുഴപ്പമില്ല, അടിച്ചുപൊളിക്കാം. വേറെ ആരാ നിങ്ങളുടെ കൂടെയുള്ള ജീവിതം? അതേ, ഒന്നിങ്ങോന്നേ. എന്താ പേരെന്താ? ജയ്ഫർ. എവിടെ വീട്? വെള്ളിമാടുന്ന്. 2 കോഴിക്കോടുകാരാട്ടോ വൃന്ദ. ഇവിടെ നമ്മുടെ ഈ ഇന്നത്തെ നവകേരള ബസിന്റെ ഈ യാത്രയുടെ ഒരാൾ വളയം പിടിക്കുന്നു, 2 വളയം പിടിക്കുന്ന ആൾക്കാർ, 2 വളയം പിടിക്കുന്നു. ഓക്കെ. എത്രയാ പൈസ? എത്രയൊന്ന് എനിക്ക് 945 രൂപ നമ്മൾ ടിക്കറ്റിൽ വരുന്നുണ്ട്. 1250 ഉണ്ടായത് കുറച്ചു യാത്രക്കാരെ സൗകര്യാർത്ഥം കോർപ്പറേഷന്റെ എല്ലാം പറയാം. 945 രൂപ. 45 രൂപ. നല്ല AC ആണ് അല്ലേ?
അടിപൊളി AC, അടിപൊളി വണ്ടി. ഇതുണ്ട്, വാഷ്റൂം ഉണ്ട്, എല്ലാം ഉണ്ട്. സീറ്റ് അധികമുണ്ട്. സീറ്റ് 11 സീറ്റ് അധികമുണ്ട് അല്ലേ? പിന്നെ എന്തായാലും നമുക്കൊന്ന് കയറി വെക്കാം അല്ലേ? ഇതാ ഞാനൊന്ന് ഇവിടത്തേക്ക് കയറാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ലൈറ്റൊന്നും ഇങ്ങോട്ടേക്ക് അധികം ഇട്ടിട്ടില്ല, എങ്കിൽ കൂടി നമ്മുടെ പതിയെ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഇതാണ് നേരത്തെ മുഖ്യമന്ത്രി ഇരുന്നിരുന്ന സീറ്റാണ് ഇത്. അത് മാറ്റി അതിന് പകരം സീറ്റ് വെച്ചിട്ടുണ്ട്. 11 സീറ്റുകളാണ് അധികമായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തുക 1250 എന്നുള്ളത് 900, നേരത്തെ നമ്മുടെ ജീവനക്കാരൻ പറഞ്ഞ ആ തുക 945 ആ തുകയായി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഈ പുതുവർഷം മുതൽ ബാംഗ്ലൂരുവിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ, പിന്നെ രാത്രി യാത്രാ നിരോധനമൊക്കെ വലിയ പ്രശ്നമില്ലാതെ തന്നെ അതിനും ആ ലൈസൻസ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ബസ്സാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം യാത്രകൾ ബാംഗ്ലൂരുവിലേക്ക് ഈ പുതുവർഷം ഇനിയുള്ള യാത്രകൾ അടിച്ചു പൊളിച്ച് നല്ല സ്വസ്ഥമായി ഇരുന്ന് പോകാൻ ഓരോ മലയാളിക്കും നേരെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് പോകാവുന്ന രീതിയിൽ രാവിലെ 8:30 സർവീസ് തുടങ്ങുന്നത്. ആ രീതിയിലാണ്. ഒപ്പം തന്നെ അങ്ങനെ ഓരോ മലയാളിക്കും സുഗമമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യവും ഇതുവഴി ഉണ്ടാകുന്നു. വൃന്ദ, സീറ്റുകളുടെ എണ്ണം അടക്കം വർദ്ധിച്ചിട്ടുണ്ടല്ലേ? തീർച്ചയായും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അത് ഞാൻ രാഹുലിനോട് പറയാം. നമ്മുടെ ക്യാമറമാൻ രാഹുലുണ്ട്. സീറ്റുകളാണ് ഇതാ. യെസ്, ലൈറ്റിന്റെ ആംബിയൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. നല്ല മനോഹരമായ ലൈറ്റ് കാര്യങ്ങൾ. ഈ ഒരു കാഴ്ച തന്നെ നമുക്ക് വലിയ സന്തോഷം പകരുന്ന ഒരു കാഴ്ചയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ജീവനക്കാരായ ആളുകളോട് ഒരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. ഇതിന്റെ സമയം രാവിലെ 8:25, രാത്രി തിരിച്ചിട്ട് 10:30 മണിക്ക് 10:30 ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരും. ഇത് ഈ ബന്ദിപ്പൂർ യാത്രയൊന്നും ഇതിന് യാത്രാ നിരോധനമൊന്നും പ്രശ്നമല്ല. പെർമിറ്റ് നമ്മൾ തിരിച്ചു വരും. ഇത് റൂട്ട് ഇനി ബത്തേരി വഴിയാണ്. ബത്തേരി നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ അങ്ങനെയായിരുന്നു. അത് എന്തൊരു മാറ്റം ഉണ്ടെന്ന് റൂട്ട് നേരത്തെ ആദ്യം നമ്മൾ പകലായിരുന്നു ഓടി വരുന്നത്. ഇപ്പൊ രാത്രി 10:30 എടുക്കുന്ന ഒരു 2-1.5 മണിയോടുകൂടി കാട് പാസ് ചെയ്ത് പോരും. ബന്ദിപ്പൂർ മൃഗങ്ങളെ കാണാം. യാത്രക്കാർക്ക് വളരെ സൗകര്യമാണ്. അത് തന്നെയാണ് വൃന്ദ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനം നമുക്കറിയാം വലിയ വിവാദമായി നിൽക്കുന്നു. സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. കർണാടകയും കേരളവും ഒക്കെ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. അതിൽ തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇടപെട്ട്, ഒപ്പം രാഹുൽ ഗാന്ധി അങ്ങനെയുള്ള ആളുകൾ, സംസ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെടുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ പരിഹാരമായിക്കൊണ്ടുള്ള ഒരു യാത്രയാണ്. രാത്രി 10:30 തിരിച്ച്. രാവിലെ 8:25 ഇവിടെ കോഴിക്കോട് നിന്നും ബാംഗ്ലൂരുവിലേക്ക് പുറപ്പെടുന്നു. രാത്രി 10:30 തിരിച്ചു വരുന്ന ഒരു ബസ്സാണ്. അപ്പോൾ രാത്രി നല്ല ബന്ദിപ്പൂർ വനത്തിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട്, മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല രസിച്ച് സുഖിച്ച് വരാൻ പറ്റുന്ന ഒരു യാത്രയാണ്. നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി സീറ്റുകളാണ്, എല്ലാമാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. പക്ഷേ അതിനേക്കാൾ സുന്ദരക്കുട്ടപ്പനായി നല്ല ലൈറ്റ് ആംബിയൻസ് ഒക്കെയായി ഈ പുതുവർഷത്തിൽ നല്ല അടിച്ചുപൊളി യാത്രക്കായി തയ്യാറായി നമ്മുടെ പ്രീമിയം ഗരുഡ നവകേരള ബസ് എത്തിയിട്ടുണ്ട്. തുടർന്ന് റിയാസ്, പുതുവത്സര ദിനത്തിൽ ആളുകൾ ഫുൾ എല്ലാ സീറ്റും അവിടെ ബുക്ക് ചെയ്തിട്ടുള്ളതാണോ? കാരണം രണ്ടാമതൊരു എൻട്രി കൂടിയാണ് ഈ ഒരു നവകേരള ബസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതോടൊപ്പം ആളുകളുടെ എണ്ണം ഇതിലുണ്ടോ? ആദ്യത്തെ കൗതുകം ഇപ്പോഴും ആളുകളിൽ ഉണ്ടോ? സീറ്റ് ഫുള്ളാണോ? ആദ്യത്തെ കൗതുകം എന്നതിനേക്കാൾ ബാംഗ്ലൂരുവിലേക്ക് ഈ നവകേരള ബസ് വരുന്നു എന്നൊരു കൗതുകം ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. അത് ഒരിക്കലും മാറിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ആ കാര്യം, സീറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കേണ്ടതുണ്ട്. സീറ്റിന്റെ കാര്യം എങ്ങനെയാണ്? എല്ലാം മുഴുവനാണ്? എങ്ങനെ, ഫുള്ളാണോ? സീറ്റെല്ലാം ഫുള്ളാണ്. ഇന്ന് ഫുൾ റിസർവേഷൻ. കോഴിക്കോട് നിന്ന് തന്നെ ഫുള്ളുണ്ടാവും? കോഴിക്കോട് അറിയില്ല, റിസർവേഷൻ ചാർട്ട് എടുത്താലേ അറിയത്തുള്ളൂ. പക്ഷെ മൊത്തത്തിൽ ഫുള്ളാണ്. കോഴിക്കോട് എന്നുള്ളത് റിസർവേഷൻ ചാർട്ട് ലഭിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആകെയുള്ള റിസർവേഷൻ ഇന്ന് ഫുള്ളാണ് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ നോക്കിയാൽ ഒരു പുതുവത്സര ദിനത്തിൽ നിറഞ്ഞ സീറ്റോടുകൂടി, നിറഞ്ഞ യാത്രക്കാരുമായി അങ്ങനെ ഈ അല്പസമയത്തിനകം ഏകദേശം 8:30 ഇവിടെ നിന്നും ആദ്യ യാത്ര, രണ്ടാമത്തെ വരവിലെ ആദ്യ യാത്ര. ഒരുപക്ഷെ നമ്മൾ ഇത് ഈ നരസിംഹം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇതാ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇതാ വീണ്ടും വരുന്നു. ഒരുപക്ഷെ ആദ്യ യാത്രക്കാരായി നമ്മളും കൂടി പോവാണ്. ഞാനും ക്യാമറമാൻ രാഹുൽ മക്കടയും ഒക്കെ ഈ ബസ് വിടുകയാണ്. നേരെ ഈ KSRTCയുടെ
KSRTC ബസ് സ്റ്റാൻഡിനകത്തേക്ക് വർക്ക്ഷോപ്പിന്റെ ഭാഗത്തു നിന്നും നേരെ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് വിടുന്ന സുന്ദരമായ ഒരു കാഴ്ച. അതിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പുതുവർഷത്തിൽ തന്നെ ഇതിന്റെ ഒരു ഭാഗമാകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് വൃന്ദ. തീർച്ചയായും പുതുവത്സര ദിനത്തിൽ നവകേരള ബസ് വീണ്ടും ഓടിത്തുടങ്ങുന്നു. ടിക്കറ്റ് നിരക്ക് കുറച്ചും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും സമയക്രമത്തിൽ മാറ്റം വരുത്തിയുമെല്ലാമാണ് ഗരുഡ പ്രീമിയം ബസ് സർവീസ് പുനരാരംഭിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.